ചില ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ പുറത്ത് കാമായിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും, സ്മൈലും ചെയ്യും. പക്ഷെ ഉള്ളിൽ അവരുടെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ ടച്ച് ചെയ്ത നിമിഷം അവർ കംപ്ലീറ്റ്ലി മാറും. അതാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കും ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ല. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് വേണം, അവരുടേതായ ഒരു തീരുമാനം വേണം. പുറത്ത് നല്ല സോഷ്യൽ വൈബാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ചാമായിരിക്കും, വളരെ സുന്ദരനും സുന്ദരിയൊക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ റെസ്റ്റ് ഇല്ലാത്തൊരു മനസ്സാണ്. എനിക്ക് ലൈഫ് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആയിരിക്കണം, അത് സെയിം റുട്ടീൻ, സെയിം പീപ്പിൾ, സെയിം ഇമോഷൻസ്. ഇതൊക്കെ കൂടുതലായാൽ മനസ്സ് വളരെ സഫോക്കേറ്റ് ചെയ്യും. അത് പറ്റില്ല. എപ്പോഴും ഡിഫറൻ്റ് ആയിട്ട് തന്നെ ഇവർക്ക് വേണം. ചോതി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്നറിയോ? അഡാപ്റ്റബിലിറ്റി. ഏത് സ്ഥലത്തും സർവൈവ് ചെയ്യും, ഏത് ആളുകളോടും സംസാരിക്കും. നെറ്റ്വർക്കിംഗ് പവർ നാച്ചുറലി സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് കൺഫ്യൂഷനാണ്. ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇവൻ എന്നെ ചതിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് ഏറ്റവും ആദ്യം വരിക. അതുകൊണ്ട് എല്ലാവരെയും അകറ്റി നിർത്തും. നിങ്ങൾക്ക് ഒരാളെ ജെന്യുവൻലി ഇഷ്ടമാകും, പക്ഷേ അതേസമയം സ്വാതന്ത്ര്യം കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു പേടിയും നിങ്ങൾക്കുണ്ട്. അതും കൊണ്ട് മിക്സഡ് സിഗ്നൽസ് എപ്പോഴും നൽകാം. ഒരു ദിവസം വളരെ ക്ലോസ് ആണ്, അടുത്ത ദിവസം ഒന്നും മിണ്ടാണ്ട് ചിലപ്പോൾ നിങ്ങൾ നടക്കും. മെയ് മാസം ചോതി നക്ഷത്രക്കാർക്ക് മെൻ്റലി അൺസ്റ്റേബിൾ ആയിരുന്നു. കരിയറിൽ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ഒന്നും ശരിയായി നിൽക്കുന്നില്ല. ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പുറത്ത് നോർമലായി നടന്നെങ്കിലും ഉള്ളിൽ എസ്കേപ്പ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള യാത്ര പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ചിലർക്ക് ലൈഫ് റീസെറ്റ് ചെയ്യണമെന്ന ഫീലിങ്സും വന്നിരിക്കാം. പക്ഷേ ജൂൺ മാസം ചോതി നക്ഷത്രക്കാർക്ക് ഒരു എക്സ്പാൻഷൻ മന്ത് തന്നെയാണ്. കരിയർ സൈഡിൽ നെറ്റ്വർക്കിംഗ് ബെനിഫിറ്റ് ചെയ്യും. മീഡിയ, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഇവയിലെല്ലാം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവാം. പുതിയ ആളുകൾ ജീവിതത്തിൽ വരാം. പക്ഷെ ഫോക്കസ് ഇല്ലെങ്കിൽ പാതിയിൽ വെച്ചിട്ടുള്ള പണികളൊക്കെ അത് കൂടി വരാൻ സാധ്യതയുണ്ടാവും. മനസ്സിൽ ഒരു കാര്യം ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം തന്നെ കുറേ കാലത്തേക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. റിലേഷൻഷിപ്പ് സൈഡ് അൺപ്രഡിക്റ്റബിൾ ആണ്, ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാകും, പെട്ടെന്ന് തന്നെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ ജാതകത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് സ്വയം വിശ്വസിക്കുന്നതാണ് നല്ലത്. സിംഗിൾ ആയവർക്കൊരു ഫോറിൻ കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് വൈബുള്ള ഒരാൾ വരാം. കമ്മിറ്റഡ് ആയവർക്ക് സ്പേസ് ഇഷ്യൂ ഫൈറ്റ്സ് എന്തായാലും ഉണ്ടാവാം. കമ്മിറ്റഡ് ആയവർക്ക് നീ എന്നെ നോക്കുന്നില്ല, എന്തോ അകൽച്ച കാണിക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു അടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. പാർട്ട്ണർ ക്ലിങ്കി ആയി തോന്നിയാൽ ഇമോഷണലി എന്തായാലും ഡിറ്റാച്ച് ചെയ്യും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പൈസ വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കാണുന്നുണ്ട്. ഓൺലൈൻ വർക്ക്, നെറ്റ്വർക്കിംഗ്, ട്രാവൽ റിലേറ്റഡ് ഗെയിംസ്, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഇമ്പൾസീവായിട്ട് പെട്ടെന്നുള്ള തീരുമാനത്തിൽ വെറുതെ പൈസ ചിലവാക്കുന്ന ഡേഞ്ചർ തന്നെയാണ്. അതായത് ലക്ഷറി ഐറ്റംസ് വാങ്ങൽ, വെറുതെ ആവശ്യമില്ലാത്ത ട്രിപ്പ്, ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ വിചാരിച്ച സാധനങ്ങൾ വാങ്ങൽ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും ജൂൺ മാസത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത് കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. ആരും കടം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും പിന്നെയും നല്ലത്. ജൂൺ മാസം ചോതി നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ ചിലപ്പോൾ ഒരു യുദ്ധമാവാൻ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യം വേണോ അതോ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് വേണോ എന്ന്. ഒരു സൈഡിൽ എന്നെ ആരും കൺട്രോൾ ചെയ്യരുത് എന്ന വിചാരവും, വേറൊരു സൈഡിൽ എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രണയം വേണമെന്നുള്ളൊരു വിചാരവും. ചോതി നക്ഷത്രക്കാർക്കൊരു ആരോടും പറയാത്തൊരു പേടിയുണ്ട്. ഞാൻ ഒരാളുടെ അടുക്കിൽ കുടുങ്ങുമോ എന്നൊരു പേടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ റിയൽ ഫീലിങ്സ് പോലും നിങ്ങൾ മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പ്രണയം വേണം, പക്ഷെ ഫ്രീഡം അതിലും വേണം. പുറത്ത് ചാമ്, ഉള്ളിൽ വലിയ കാറ്റ്. അതാണ് ചോതി നക്ഷത്രം.